തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പ്രസാദിയൻ്റെ ബോധം വരുമ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ അതിന് ICUവിൽ ഇങ്ങനെ പാട്ടിട്ടിരിക്കുക. അപ്പോൾ ഈ കേരനിരകളാടും എന്നുള്ള പാട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇത് ബോധം വന്നു സാറിന്. പക്ഷെ ആ ഡോക്ടർക്ക് അറിയില്ല ഈ പാട്ട് എഴുതിയ ആളാണ് ഈ കിടക്കുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ എന്നോട് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഈ കേൾക്കുന്ന പാട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് കിടക്കുക. അപ്പം മിണ്ടത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ പാട്ട് മനസ്സിലായെങ്കിലൊന്ന് കണ്ണടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണടച്ചു. അപ്പോൾ മനസ്സിലായി എന്നുള്ള ഇതിലാണ് കണ്ണടച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെഴുതിയതാണെന്ന് മനസ്സിലായെങ്കിൽ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത് ഇത് ആരെഴുതിയതാണ്? ഞാൻ എഴുതിയ ആളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കതൊക്കെ ചിലപ്പോൾ യാദൃച്ഛികമാവാം, പക്ഷേ അതൊക്കെ നമുക്കൊരു നിമിത്തമായിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് തോന്നും. പിന്നെ ഈ 29 എഴുതിയത് നമ്മളങ്ങ് വിട്ടു. പിന്നെ ഒരു തിരിവിന് മോളാണ് പറയുന്നത് അമ്മ അച്ഛൻ 29 എഴുതിയില്ല. അപ്പോൾ അവൾ ഓടി വന്ന് ഇവിടെ പുസ്തകമുണ്ട് അതെടുത്ത് നോക്കുമ്പോൾ 29 മേളകർത്താരായ ശങ്കരാഭരണമാണ്. അപ്പം അതാണ് 29 എന്ന് എഴുതിക്കൊണ്ടിരുന്നത്.